Habibis, I'm Devika and welcome back to my YouTube channel. So as you all know, 2026 is really close to us. So ഈ ഒരു വീഡിയോയിൽ 2025 എന്നൊരു ഇയർ ഓവറോൾ എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് എൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ മോർ ദാൻ ആൻ അച്ചീവ്മെന്റ് വീഡിയോ, ഐ തോട്ട് വൈ നോട്ട് ഗിവ് എ റിയാലിറ്റി ചെക്ക്. സോ ഈ ഒരു ഇയറിൽ എങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടിയത്, അതേപോലെ എന്തൊക്കെ ഡൗൺഫോൾസ് ആയിരുന്നു ഉണ്ടായത്, ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. So welcome to my video about what 2025 gave me and what I'm taking along with me to 2026. ഇയർ എൻഡ് ആവുമ്പം ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കോണ്ടന്റിലൊന്നാണ് വിഷൻ ബോർഡ്. സോ 2025 ബിഗിനിങ്ങിൽ ഞാനും ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് മൈ വിഷൻ ബോർഡ്. സോ 2025 വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വിഷൻ ബോർഡിൽ സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാം ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കാണുന്ന മ്യൂറൽസിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത് ഈ ഒരു ഇയറിൽ എനിക്ക് കുറച്ചുകൂടി മ്യൂറൽ പെയിന്റിങ്സ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് മ്യൂറൽ വർക്കിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റും എനിക്ക് കിട്ടിയത് January 1 അപ്പം ഞാൻ ഈ ഒരു ഇയറിൽ ടോട്ടൽ 3 മ്യൂറൽസ് 1 അറ്റ് പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 3 മ്യൂറൽസ് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ ഒരു ജ്വല്ലറിൻ്റെ ഈ ഒരു ഗോൾഡ് ചെയിൻ്റെ ഒരു ഫോട്ടോ, അത് കുറച്ചുകൂടി ജ്വല്ലറി ഷൂട്ട്സ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് വെച്ചതായിരുന്നു. ആൻഡ് അതിൽ ഐ ഡിഡ് മോർ കൊളാബറേഷൻസ് റിലേറ്റഡ് ടു ജ്വല്ലറി. പിന്നെ ഞാൻ ഇവിടെ ഒരു ബുള്ളറ്റിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് റിഗാർഡിങ് ലേണിംഗ് ടു ഡ്രൈവ് റോയൽ എൻഫീൽഡ്. അതും ഞാൻ ഈ ഒരു കൊല്ലം അച്ചീവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതും ഞാൻ ഈ ഒരു ഇയറിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇവിടെ ഒരു പാസ്പോർട്ടിന്റെ ഫോട്ടോ അലോങ് വിത്ത് ബോർഡിംഗ് പാസ്. എനിക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ വെച്ചത്. പക്ഷെ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് നടന്നിട്ടില്ല. ബട്ട് പാസ്പോർട്ട് വെക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ടു ഗെറ്റ് മൈ പാസ്പോർട്ട് റിന്യൂഡ്. ആൻഡ് അതും ഞാൻ ഈ ഒരു കൊല്ലം ചെയ്തെടുത്തൊരു കാര്യമാണ്. പിന്നെ ഞാനിവിടെ ഒരു ഫാമിലി ട്രിപ്പ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പും കൂടി ഞാൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നടന്നിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. അതുപോലെ തന്നെ ഒരു കാറ് വാങ്ങണം എന്നൊരു ഐഡിയയും കൂടി ഞാൻ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇമേജ് വെച്ചിട്ടുള്ളത്. അതും നടന്നിട്ടില്ല. ബട്ട് എന്തായാലും ഞാൻ ഈ ഒരു വിഷൻ ബോർഡിൽ വെച്ച കാര്യങ്ങളുടെ മെജോറിറ്റി സംഭവം നടന്നതുകൊണ്ട് തന്നെ ഐ തിങ്ക് വിഷൻ ബോർഡ്സ് ആക്ച്വലി വർക്ക്. ആ ഒരു ഗോൾ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആണെങ്കിൽ എന്തൊരു ഡ്രീമും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ്. അപ്പം ഇതേപോലത്തെ വിഷൻ ബോർഡ്സ് ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് ലോങ് ടേം ഗോളിലേക്ക് ഫിക്സേറ്റഡ് ആയിട്ട് അതിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായാലും സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു വിഷൻ ബോർഡ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ വാട്ട് ഡിഡ് ആക്ച്വലി 2025 ഗിവ് മീ ദിസ് ഇയർ? അപ്പോൾ ഈ ഒരു ഇയർ കിട്ടിയ സാധനങ്ങളുടെ ഒക്കെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ഓവറോൾ ഇയറിനെ കുറിച്ചിട്ടുള്ള എൻ്റെ എൻറ്റയർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നല്ല കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാണ്ട് നമുക്ക് ആ മോശം കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഇയറിൽ എൻ്റെ ഡൗൺഫോൾസ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് ഓഫ് 2025 എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു മൈ മൈൻഡ് ഇസ് ഹെൽത്ത്. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു എനിക്ക് ഹെൽത്ത് വൈസ്. കാരണം ഇത്രയും തവണ അത്രയും മോശമായിട്ടുള്ള ഫീവറും ഹെഡേക്കും കോൾഡൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ഇയർ ആണ് എനിക്ക് 2025. എന്നാലും അതൊക്കെ ഓവർകം ചെയ്തിട്ട് അറ്റ് ദി എൻഡ് 2026 സ്റ്റെപ്പ് ചെയ്യുമ്പം കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അതല്ലാണ്ട് പിന്നെ ആലോചിക്കുകയാണെങ്കിൽ ഫോർ 5 months ഐ വാസ് ആക്ച്വലി ജോബ്ലെസ് എന്ന് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ആസ് ഫ്രീലാൻസിങ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 to 4 years ആയിട്ടുണ്ടാവും. അപ്പം അലോങ് വിത്ത് മൈ സ്റ്റഡീസ് ഈ ഒരു ജോബ് കൊണ്ടുപോകുമ്പോഴാണ് ഐ ആം ആക്ച്വലി പ്രിറ്റി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ഓൺ ലൈഫ്. അപ്പോൾ ഈ ഒരു ഇയറിൽ അറ്റ്ലീസ്റ്റ് 5 months ഓർ മോർ ദാൻ 5 months എനിക്ക് പ്രത്യേകിച്ച് റവന്യൂ ഒന്നും ഇല്ലാണ്ടിരുന്നൊരു ഇയർ ആയിരുന്നു 2025. ആൻഡ് ഓൾസോ ആക്സിഡൻസിന് ചാൻസ് കൂടിയ ഒരു കൊല്ലാണ് 2025. ഞാൻ 2-wheeler ആക്സിഡന്റിൽ പെട്ട ഒരു കൊല്ലം ഇത് തന്നെയായിരുന്നു. ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ഒരുപാട് ഇഞ്ചുറീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ റിഗാർഡിങ് റിലേഷൻഷിപ്സ് ഓർ കണക്ഷൻസ്, എനിക്ക് എൻ്റെ ലൈഫിൽ ആ ഒരു 2025 സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഈ ഒരു ടൈം വരെയുള്ള ഒരുപാട് ആൾക്കാരുടെ റിയൽ ട്രൂ ഫേസസ് എനിക്ക് കാണാൻ പറ്റി. അതേപോലെ ലൈഫിലെ പ്രയോറിറ്റീസ് കുറച്ചുകൂടി സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് 2025. ഇനിയിപ്പോൾ കുറച്ച്
ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ് എന്ന മൊമെന്റ് വന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു മൈക്കായാലും ഈ ഒരു ഫോണായാലും ഞാൻ എൻ്റെ ഓൺ മണി വെച്ചിട്ട് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യം എനിക്ക് 2025 ഉണ്ട്. സോ ഫെബ്രുവരിയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഓൺ പർച്ചേസ്, ഐ മീൻ ഓൺ മണി യൂസ് ചെയ്തിട്ടുള്ള ഒരു പർച്ചേസ് ആണ് എൻ്റെ ഇപ്പൊ കറന്റ്ലി റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ ഫോൺ സാംസങ് ഗാലക്സി S24. അതേപോലെ തന്നെ ഈ ഒരു മൈക്കും ആ ഒരു സെൽഫ് ഏൺഡ് മണി കൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ വിഷൻ ബോർഡിൽ പറഞ്ഞ എൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ, അതും എനിക്ക് ചെറിയൊരു വാശി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്വയം ഏൺ ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ വർക്കിൽ തന്നെ ഏൺ ചെയ്തിട്ടുള്ള ഒരു മണി കൊണ്ട് എനിക്കത് റിന്യൂ ചെയ്ത് കിട്ടണം. അങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഗ്രേറ്റ്ഫുൾനെസ് എന്നുള്ളൊരു വേർഡിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഇയർ ആണ് എനിക്ക് 2025. കാരണം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ആയാലും അതെ, ഫെയിലിയേഴ്സ് ആയാലും അതെ, എല്ലാത്തിനും ഓരോ ലെസൺ വീതം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു വർഷം. അങ്ങനെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ ജോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ട്രിപ്പ് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇമീഡിയറ്റ് ഫാമിലി ആയിട്ട് എനിക്ക് ട്രിപ്പ് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട്, എൻ്റെ കസിൻസ് ആയിട്ട് എനിക്ക് ട്രിപ്പ് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് മൂകാംബിക. എത്രയോ വർഷത്തിന് ശേഷമാണ് ഞാൻ തിരിച്ച് മൂകാംബികയിലേക്ക് പോകുന്നത് തന്നെ. എൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരു ഡിസ്റ്റന്റ് മെമ്മറി പോലെ ആയിട്ടുണ്ടായിരുന്നു ആ സ്ഥലം. ബട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പോകണം എന്ന് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതായിട്ടുള്ള ഒരു സ്ഥലമാണ് മൂകാംബിക. അത് എനിക്ക് ഈ ഒരു ഇയർ സാധിച്ചു കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ട്രിപ്പ് പോകാൻ കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്മേറ്റ്സിന്റെ കൂടെ നമുക്ക് വയനാട്ടിലേക്ക് ഒരു IV ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ. സോ അതും ഒരു ട്രിപ്പായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ വന്ന ഓപ്പർച്യൂണിറ്റീസിൽ ഒന്നായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന്റെ റേഡിയോ, അതായത് SN വോയിസ് എന്നുള്ള SN റേഡിയോന്റെ ഒരു RJ ആയിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കലോത്സവം 45 ഡേയ്സ് അടിച്ചു പൊളിക്ക് തന്നെ ഉണ്ടായത്. ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി, ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായി, കണക്ഷൻസ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തൊരു സ്പേസ് ആയിരുന്നു SM വോയിസ് എന്ന് പറയുന്ന ഞങ്ങളുടെ SN റേഡിയോ. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വരുന്നതാണെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ. ഞാനൊരു ജൂൺ ജൂലൈ ആകുമ്പോഴാണ് ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇനി ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ ഫാമിലി ആയിട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഇയർ തന്നെയാണ്. ആ ഒരു ബോണ്ടിന്റെ കുറച്ചുകൂടി വാംത്തും കാര്യങ്ങളും എല്ലാം കുറച്ചുകൂടി എൻജോയ് ചെയ്തത്, അതേപോലെ കുറെ ലെസൺസ് പഠിച്ചത് ഈ ഒരു ഇയറിൽ തന്നെയാണ്. കാരണം ഹെൽത്ത് വൈസ് ഡൗൺ ആയപ്പോഴും അതല്ലാണ്ട് വേറെ കാരണങ്ങൾ കൊണ്ടും ഡൗൺ ആയ ടൈമൊക്കെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചതും കുറെ സപ്പോർട്ട് ചെയ്തതും എൻ്റെ ഫാമിലി തന്നെയാണ്. അതേപോലെ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്, റിയൽ ഫ്യൂ ജെംസ് ഓഫ് മൈൻ. അവരെയും ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ അത് മാത്രമല്ല, ഇപ്പം സ്റ്റഡീസ് റിലേറ്റഡ് ആണെങ്കിൽ എനിക്ക് ഞാൻ തന്നെ വിചാരിക്കാണ്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ സെം റിസൾട്ട്സ് ആണ്. അത് ഈ അടുത്ത് വന്ന എൻ്റെ സെം റിസൾട്ട്സിൽ ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ പെർസെൻറ്റേജിൽ. ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ട്, കൃത്യമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് എത്രത്തോളം എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന്. പക്ഷേ ആ ഒരു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് പെർസെൻറ്റേജ് അങ്ങ് കൂടിയപ്പം ഐ വാസ് റിയലി ഹാപ്പി ഫോർ മൈ സെൽഫ്. പിന്നെ അതേപോലെ ഉണ്ടായതെന്ന് വെച്ചാൽ അൺപ്ലാൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഒരു ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് ഡൊമിനോസിന്റെ ആ ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു ഇയറിലാണ് നടന്നത്. പിന്നെ ഡ്രോയിങ്ങിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ കുറെ മ്യൂറൽസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അല്ലാണ്ടുള്ള പെൻസിൽ ഡ്രോയിങ്സും കുറച്ചുകൂടി എൻ്റെ ആർട്ടിസ്റ്റിക് സ്റ്റൈലിൽ കുറച്ചുകൂടി ഫ്യൂവൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു ഇയർ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഇതൊന്നല്ലാണ്ട് ഞാൻ കുറച്ചുകൂടിയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വരച്ച ഒരാളെ എനിക്ക് നേരിട്ട് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി, അയാളായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അത് എന്ന് പറയുന്നത് നമ്മളുടെ IG ആയിട്ടുള്ള യതീഷ് ചന്ദ്ര സാറാണ്. അപ്പൊ സാറിനെ നേരിട്ട് എനിക്ക് മീറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി, സാറായിട്ട് സംസാരിക്കാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 5 years ബാക്ക് ഞാൻ കോവിഡിന്റെ ടൈം ഞാൻ ബോട്ടിൽ പെയിന്റിങ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ചെയ്തൊരു ബോട്ടിൽ പെയിന്റിംഗ് ഉണ്ട്, അത് സാറിന്റെ ആയിരുന്നു. സോ അതും എനിക്ക് സാറിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഈ കൊല്ലം. ഞാൻ വേറെ അച്ചീവ്മെന്റ് എന്നല്ല, ജസ്റ്റ് ഒരു നോർമൽ ഒരു പുതിയ എഡിഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൂവീസ്. അതായത്
തിയേറ്ററിൽ പോയിട്ട് കുറച്ചുകൂടി മൂവീസ് കാണാൻ വേണ്ടി ഞാൻ തുടങ്ങി. യെസ്, നാട്ടിൽ വന്നിട്ട് ഇത്രയും കൊല്ലം തിയേറ്ററിൽ പോയിട്ടില്ലേന്ന് ചോദിച്ചാൽ ഈ ഒരു കൊല്ലം വരെ എനിക്ക് പറയാനും ഞാൻ തിയേറ്റേഴ്സ് അധികം വിസിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു കൊല്ലം ഞാൻ കുറച്ചുകൂടി തിയേറ്റേഴ്സ് വിസിറ്റ് ചെയ്തിട്ട് ഞാൻ മൂവീസ് കാണാൻ വേണ്ടി തുടങ്ങി. പുതിയ ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്തു. ഹോബി ആൻഡ് ഒരു ഏർണിങ്ങിന്റെ ഒരു സോഴ്സ് തന്നെയായിരുന്നു ഇത്. ഹാമ്പർ മേക്കിംഗ്, ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി എന്ന് പറയാനുള്ള ഒരു രീതിയിലേക്ക് എനിക്ക് ആയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് അറിയാവുന്ന ആൾക്കാരല്ലാണ്ടും പലരും, നിങ്ങളിൽ എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള പലരും എന്നെ നേരിട്ട് കണ്ടപ്പോൾ വന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചപ്പം ഐ വാസ് റിയലി എക്സൈറ്റഡ്, ഐ വാസ് റിയലി ഹാപ്പി. ഡെഫിനറ്റ്ലി 2025 ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ വാസ് റിയലി ഡൗട്ട്ഫുൾ ഓഫ് മൈ സെൽഫ്. കാരണം ഇത് നടക്കുമോ, ഇത് ക്രിഞ്ചാവോ, ഇനിയിപ്പോൾ ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും, ഇതൊക്കെയുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒന്ന് ചവിട്ടി മാറ്റി മുമ്പോട്ട് വരാനുള്ള ഒരു ധൈര്യം, കാര്യങ്ങൾ, സപ്പോർട്ടൊക്കെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മെൻഷൻ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഞാനൊരു XNRI കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഓൾമോസ്റ്റ് 400K പ്ലസ് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു ആസ് ഓഫ് നൗ. ആൻഡ് ഈ ഒരു വീഡിയോയിൽ കമന്റ്സ് ആയിട്ട് അല്ലാണ്ടും എനിക്ക് ഡയറക്റ്റ് മെസ്സേജസ് ആയിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈച്ച് ആൻഡ് എവറി വൺ ഹാഡ് ദ സെയിം ഫീലിംഗ്. അതായത് കമന്റ്സിലായാലും ഈ മെസ്സേജസിലായാലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഓരോ ഫീലിംഗും കണക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം റിയലി റിയലി ഗ്രേറ്റ്ഫുൾ ടു ദോസ്. ലൈക്ക് റിയലി താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് വലിയൊരു കാര്യമാണ്. കാരണം ആ ഒരു ഒറ്റ വീഡിയോനായാലും അത്രയും സപ്പോർട്ട് കാണിച്ചുകൊണ്ടാണ് എനിക്ക് ഓരോ വീഡിയോസും പിന്നീട് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഫൈനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഗെയിൻസും ഉണ്ടായിട്ടുണ്ട്, അതേപോലെ മോണിറ്ററി ലോസസും ഉണ്ടായിട്ടുണ്ട്. അതായത് എൻ്റേതോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെയോ അല്ലാത്ത കാരണത്താൽ നമുക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ടും നമുക്ക് അവിടെ ഇവിടെയൊക്കെ തട്ടിയും മുട്ടിയും കുറച്ച് ലോസസ് ഒക്കെ വന്നൊരു ഇയറും കൂടിയാണ് 2025. ബട്ട് എന്നാലും കമ്പയർഡ് ടു 2024 ഞാൻ 2025 ഫൈനാൻസസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി 2025 ബർത്ത്ഡേനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അതും എനിക്ക് ഒരു സ്പെഷ്യൽ വൺ തന്നെയായിരുന്നു. കാരണം എക്സ്പെക്ട് ചെയ്യാണ്ട് ഞാൻ 3 കേക്ക്സ് ആണ് ഞാൻ ഈ ഒരു വർഷം കട്ട് ചെയ്തത്. ഈ നമ്പർ ഓഫ് കേക്സിന്റെ കാര്യമൊന്നും അത്ര വലിയ സ്പെഷ്യൽ അല്ലെങ്കിലും അതിൽ ഇട്ട എഫേർട്സ് എനിക്ക് ഡെഫിനറ്റ്ലി സ്പെഷ്യൽ ആണ്. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സും അതേപോലെ എനിക്ക് കിട്ടിയ ഓരോ വിഷും എനിക്ക് സ്പെഷ്യൽ തന്നെയാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ സെൽഫ് കെയറിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി അവെയർ ആവാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ ഒന്ന് പറയാം. കാരണം ഞാൻ ജിമ്മും ജോയിൻ ചെയ്തു, അതേപോലെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഒപ്പം ബാഡ്മിൻ്റനും കളിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർ, അതായത് ഫാമിലി ആയാലും അതല്ലാണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ട് എനിക്ക് കുറച്ചുകൂടി സമയം ചെലവാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതിപ്പോൾ എൻ്റെ സിസ്റ്റർ ആയാലും അതെ, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ മെൻഷൻ ചെയ്താൽ ഇത് അങ്ങോട്ട് ഇനി ഒരു വേൾഡ് വാർ കണക്കി ആവുമെന്ന് എനിക്കറിയെങ്കിലും ബട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഗായത്രിയുടെ കൂടെ എനിക്ക് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും വേറെ വേറെ കോളേജസിലാണ്, വേറെ വേറെ സ്ട്രീംസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടൈം ബാലൻസിന്റെ കാര്യം എത്തുമ്പം വല്ലാത്ത ക്ലാഷ് ആണ്. ഞങ്ങളുടെ കാലണ്ടേഴ്സ് ഒന്നും സ്കെഡ്യൂൾസ് ഒന്നും അത്ര മാച്ച് ആവുന്നില്ല. ബട്ട് എന്നാലും ആസ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ എനിക്ക് ഈ ഒരു വർഷം അവളുടെ അവിടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയുടെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടെമ്പിൾ വിസിറ്റ്സ് ഇക്കൊല്ലം പോയിട്ടുള്ളത്. ടെമ്പിൾ വിസിറ്റ്സിന്റെ എണ്ണം നോക്കിയാൽ ഞാൻ ഇതുവരെ ഇത്രപ്പാട് ടെമ്പിൾസ് അല്ലെങ്കിൽ ഇത്രപ്പാട് തവണ ഞാൻ ടെമ്പിൾസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. (2025) കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ജസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആസ്തറ്റിക് വിഷൻ അല്ല, ബട്ട് അതിന്റെ അപ്പുറം എന്നും ആ ഒരു എണീച്ച് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവിടെ ഷോ അപ്പ് ചെയ്യുക, ഇതാണ് കൺസിസ്റ്റൻസി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതല്ല എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ്സിലൊന്ന് അറിയിക്കുക. സോ എനിക്കും പുതിയ കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ മെസ്സി ആയിട്ടുള്ള ഒരു സ്ലോ അൺടൈംഡ് രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ തിങ്ക് 2025 വാസ് ഓൾ അബൌട്ട് മെസ്സി, ഫൺ, failures, happy, love-filled year. So do let me know how 2025 was for you. So that's all for this video. Take care, bye bye, and see you again if you follow me. Bye bye.